നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഞങ്ങളൊരു പാർട്ടിക്ക് വന്നതല്ല, ആ വേൾഡ് കപ്പിന് വന്നതാണ്. പാർട്ടി നടത്തുകയല്ല ലക്ഷ്യം. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കത്തിൽ ഒരു വലിയ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കണം, അതിന് വർക്ക് ചെയ്യുകയാണ് വേണ്ടത്. കാർലോ അഞ്ചലോട്ടി നയം വ്യക്തമാക്കുകയാണ്. ബ്രസീൽ ടീം USA ലാൻഡ് ചെയ്തു. ന്യൂജേഴ്സിയിലാണ് അവർ ലാൻഡ് ചെയ്തത്. അവിടെ അവർ ട്രെയിനിങ് നടത്തി മുന്നോട്ട് പോകും. അപ്പോൾ ആ ട്രെയിനിങ് സെൻറ്ററിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുന്നില്ല. പ്രസ്സിന് മാത്രം, മാധ്യമങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ ഫാമിലീസിനെയും അനുവദിക്കുന്നുണ്ട്. മറ്റ് ആരാധകർക്കും മറ്റുമൊന്നും അങ്ങോട്ടേക്ക് പ്രവേശനം കൊടുക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പ്രൈം വീഡിയോയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ വിശദീകരണം പറയുന്നത്. എന്തുകൊണ്ടാണ് ഫാമിലിക്ക് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ? അതാണ് ചോദ്യം. ഫാമിലിക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത്. ഞങ്ങളുടെ ഹോട്ടൽ ക്ലോസ്ഡ് ആണ്, ട്രെയിനിങ് സെൻറ്ററും അങ്ങനെ തന്നെയാണ്. അത് മാധ്യമങ്ങൾക്ക് മാത്രമേ തുറന്നു കൊടുക്കുന്നുള്ളൂ, ഓപ്പൺ ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഫാമിലിയെ അനുവദിക്കുന്നത്. ഞങ്ങളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ വന്നത് പാർട്ടി നടത്താനല്ല, പാർട്ടിയിൽ പങ്കെടുക്കാനും വന്നതല്ല. ഞങ്ങളിവിടെ വന്നത് വേൾഡ് കപ്പ് കളിക്കാനാണ്. ആ വേൾഡ് കപ്പ് നേടാൻ വേണ്ടി വർക്ക് ചെയ്യാനാണ്. ഇതൊരു പാർട്ടിയല്ല, ഇത് വർക്കാണ്. സോ ഞങ്ങളിവിടെ വലിയ ഹോണറോട് കൂടി ഇറങ്ങുന്നു. ഒരു ഫാൻറ്റാസ്റ്റിക്, വെരി ലാർജ് കൺട്രിയെ, ഒരു വലിയ രാജ്യത്തെ ഞങ്ങൾ വേൾഡ് കപ്പിൽ പ്രതിനിധീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്താ? നന്നായിട്ട് വർക്ക് ചെയ്യുക, ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. അതാണിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നുകൂടി കാർലോ അഞ്ചലോട്ടി പറയുന്നു. അപ്പോൾ US ബ്രസീലിൻ്റെ ആദ്യത്തെ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞു. അതിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ച താരങ്ങൾ, അതായത് ചാമ്പ്യനായ മാർക്കിഞ്ഞോസും ഫൈനലിൽ തോറ്റ ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസും ഗബ്രിയൽ മാർട്ടിനെല്ലിയും അടക്കം ഇന്നലെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. നെയ്മർ മാത്രമാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ നിന്ന് വിട്ടുനിന്ന്. അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നതേ ഉള്ളൂ. ഏതായാലും ഈജിപ്തിനെതിരെ ജൂൺ 6 ബ്രസീലിൻ്റെ അടുത്ത സന്നാഹ മത്സരമുണ്ട്. അതിനുശേഷം പിന്നെ വേൾഡ് കപ്പിലേക്കുള്ള പോക്കാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.